ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, സ്പെസിയ ഡയറിയുടെ വെറൈറ്റി വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും പ്രിയങ്കരമായ പൊറോട്ടയാണ്. നമ്മളിൽ പലർക്കും പൊറോട്ട വീശിയടിച്ചുണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് എങ്ങനെയാണ് പൊറോട്ട വീശിയടിച്ച് ഉണ്ടാക്കാവുന്നത് എന്നാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് തുടക്കക്കാർക്കും നമ്മുടെ സ്ത്രീകൾക്കും പൊറോട്ട വീശിയടിച്ച് ഉണ്ടാക്കാൻ പലർക്കും അറിയില്ല. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് പൊറോട്ട എങ്ങനെ വീശിയടിച്ച് ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പൊറോട്ട വീശിയടിക്കാൻ കഴിയും. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഈ വീഡിയോയിൽ പൊറോട്ട വീശിയടിച്ച് കാണിക്കുന്നത് എൻ്റെ വൈഫാണ്. ആൾ ഈ പൊറോട്ട ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഭയങ്കര എക്സ്പെർട്ടാണ്. അപ്പോൾ നമുക്ക് പൊറോട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കൊക്കെ അയച്ചു കൊടുക്കുക. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് പൊറോട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മൈദ, ഡാൽഡ അല്ലെങ്കിൽ ഗീ, ഓയിൽ, കോഴിമുട്ട, കുറച്ച് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മൈദ കുഴക്കാനായിട്ട് വേണ്ടത്. ആദ്യം മൈദ ഒരു വലിയ പാത്രത്തിലേക്ക് ഇടുക. 1 കിലോഗ്രാം മൈദയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. നടുവിൽ ഇതേപോലൊരു കുഴിയാക്കിയിട്ട് ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് തുടങ്ങാം. ഒപ്പം ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചിലരൊക്കെ പൊറോട്ടയ്ക്ക് കുഴക്കുമ്പോൾ പാലും പഞ്ചസാരയൊക്കെ ചേർക്കാറുണ്ട്. ഇവിടെ ഞാനിതൊന്നും ചേർത്തിട്ടില്ല. ഇതൊന്നും ചേർക്കാതെ മൈദ നന്നായി കുഴച്ചെടുത്താൽ നല്ല പോലെ സോഫ്റ്റായിട്ട് കിട്ടും. ഈ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് മൈദ കുഴക്കുമ്പോൾ എത്രയും കൂടുതൽ കുഴക്കുന്നോ അത്രയും മയമായിട്ട് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം മൈദ നന്നായിട്ട് കുഴക്കുക. ഈ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. വീണ്ടും മൈദ നല്ല പോലെ മിക്സ് ചെയ്യുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൊറോട്ട കിട്ടണമെന്നുണ്ടെങ്കിൽ മൈദ കുഴക്കുന്നതിലാണ് അതിൻ്റെ പ്രത്യേകത. മൈദ ഇങ്ങനെ ഏകദേശം ഈ ഒരു പരുവത്തിലാകുമ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. വീണ്ടും നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മൈദ കുഴക്കുന്നതിലാണ് ഇതിൻ്റെ പ്രത്യേകത എടുക്കുന്നത്. കാരണം നല്ല പോലെ കുഴച്ചുകൊണ്ടിരിക്കണം. എൻ്റെ വൈഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കഷ്ടപ്പാടിലാണ് ഇത് കുഴച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വൈഫ് ചെയ്യുന്ന പോലെ തന്നെ ഇത് നീട്ടി വലിച്ചിട്ട് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി ആയാൽ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണ്. പിന്നെ കുറച്ച് കയ്യിലൊക്കെ ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് ഈ മൈദ കുഴച്ചെടുക്കണം. മൈദ നല്ല മയമായി തോന്നിയാൽ ഒരു ബോളിൻ്റെ പരുവത്തിൽ ഈ മൈദയെ നമ്മൾ കുഴച്ചെടുക്കണം. കണ്ടില്ലേ നിങ്ങൾ, ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ആക്കിയെടുക്കേണ്ടത്. ഇനി ഇതിന് മേലെ ഒരു വലിയ സ്പൂൺ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് എല്ലാ സ്ഥലത്തുനിന്ന് പുരട്ടി കൊടുക്കുക. എൻ്റെ വൈഫ് ഏകദേശം 10 മിനിറ്റോളം ഈ മൈദ നന്നായി കുഴച്ചിട്ടുണ്ട്. കയ്യിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു നനഞ്ഞ തുണി ഇട്ടിട്ട് മൂടാം. കുഴച്ച മൈദ മിനിമം 2 മണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം. കൂടുതൽ മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാണ്. 2 മണിക്കൂർ ശേഷം കയ്യിൽ കുറച്ച് ഓയിലൊക്കെ പൊട്ടിയതിന് ശേഷം ഈ മൂടി വെച്ചിട്ടുള്ള മൈദ നമ്മൾ തുറന്നിട്ട് നല്ല പോലെ വീണ്ടും കുഴച്ചെടുക്കണം. ഇത് വീണ്ടും ഈ ചെയ്യുന്ന പോലെ നല്ല പോലെ കുഴച്ചതിന് ശേഷം ഇത് പദം വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് മാറ്റിയെടുക്കുക. കണ്ടില്ല, ഇങ്ങനെ നിങ്ങൾ ബോളാക്കി മാറ്റണം. 1 കിലോ മൈദയിൽ ഏകദേശം 18-20 ബോൾ നമുക്ക് ഇതിന് കിട്ടും. ഏകദേശം എങ്ങനെയാണ് ബോൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 1 കിലോ മൈദയിൽ നമുക്ക് 18-20 പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 1 കിലോ മൈദയിൽ നിന്ന് ഏകദേശം 10-18 ബോളാണ് ഇപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഈ ബോളുകൾ വീണ്ടും നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കുക. ഏകദേശം ഒരു 20 മിനിറ്റെങ്കിലും വെക്കണം. 20 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ബോളിൽ നിന്ന് തുണിയെടുത്ത് മാറ്റാം. ഇനി കുറച്ച് ഓയിൽ കയ്യുമ്മലാക്കിയതിന് ശേഷം എവിടെയാണ് നിങ്ങൾ വീശാൻ പോകുന്നത് വെച്ചെങ്കിൽ ആ ഒരു സ്ഥലത്ത് നല്ല പോലെ ഓയിൽ പരട്ടി കൊടുക്കുക. ഇനി ഒരു ബോൾ എടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇതേപോലെ പരത്തി കൊടുക്കുക. തുടക്കക്കാർ ഇത് കുറച്ച് കൂടുതൽ പരത്തുന്നത് വീശാൻ എളുപ്പമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ, ഇപ്പോൾ നല്ല പോലെ ഇത് പരന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വീശിയാണ് വേണ്ടത്.
അപ്പോൾ അതിൻ്റെ കൈയിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ഇടത്തെ കൈയിൻ്റെ 4 വിരൽ ഉള്ളിലും തള്ളവിരൽ മേലെ വെക്കുക. വലത്തെ കൈയിൻ്റെ തള്ളവിരൽ അടിയിലും 4 വിരൽ മേലെയും വരുന്ന രീതിയിൽ പിടിച്ചതിന് ശേഷം ഇതേപോലെ വീശി കൊടുക്കുക. വീണ്ടും ഇടത്തെ കൈവിരലുകൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പിടിക്കുക. അതേ അളവിൽ തന്നെ വലത്തെ കൈവിരലും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചതിന് ശേഷം വീണ്ടും ഇതേപോലെ വീശി കൊടുക്കുക. ഇങ്ങനെ വീണ്ടും വീണ്ടും ചെയ്ത് നിങ്ങൾ വീശി കൊണ്ടിരിക്കുക. തുടക്കത്തിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ വീശുവാനും നിങ്ങൾക്ക് പറ്റുള്ളൂ. അപ്പോൾ വളരെ സ്ലോവിൽ തന്നെ നിങ്ങൾ വീശിയാൽ മതി. തുടക്കത്തിൽ എല്ലാവർക്കും ഇതേപോലെ വളരെ സ്ലോവിൽ തന്നെ വീശാൻ പറ്റുള്ളൂ. പിന്നെ ഇത് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ സ്പീഡായിട്ട് വീശാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും കയ്യിൻ്റെ പൊസിഷനാണ് എങ്ങനെയാണ് പിടിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഇതൊക്കെ വീശേണ്ടതെന്നും. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടില്ലേ, വീശിയിട്ട് ഏകദേശം നല്ല റൗണ്ടായിട്ടുണ്ട്. ഇതേപോലൊക്കെ തന്നെ നിങ്ങൾക്കും വീശാൻ പറ്റും. ഇങ്ങനെ വീശിയിട്ട് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങുമ്പോൾ പിന്നെ കൂടുതൽ വീശാൻ നിൽക്കണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് കുടഞ്ഞു കൊടുത്തതിന് ശേഷം നീളത്തിൽ ഒരുമിച്ച് ചുരുട്ടുക. നീളത്തിൽ ഒരുമിച്ച് ചുരുട്ടിയതിന് ശേഷം അതിൻ്റെ മേലെ ഒന്ന് നെയ്യ് പുരട്ടി കൊടുക്കുക. ഇനി ഇതിനെ 2 സൈഡിൽ നിന്നും ചുരുട്ടി കൊടുക്കുക. അവസാനം ഒരു ഭാഗം മറ്റേ ഭാഗത്തിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് അമർത്തുക. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബോളും കൂടി നിങ്ങൾക്ക് വളരെ പതുക്കെ ഒന്ന് വീശി കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു പതുക്കെ, അതായത് സ്ലോ മോഷനിൽ ഞാനിത് റെക്കോർഡ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും കയ്യിൻ്റെ പൊസിഷനൊക്കെ എവിടെ വെക്കേണ്ടതെന്നും ഇതെങ്ങനെയാണ് വീശേണ്ടതെന്നൊക്കെ ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. ഇങ്ങനെ ഒരു 5-6 ബോൾ വീശി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ചെറുതായിട്ട് സ്പീഡ് ആയിക്കൊള്ളും ഈ വീശുന്ന കാര്യത്തിൽ. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടു കഴിഞ്ഞാൽ, അതും വളരെ ശ്രദ്ധിച്ചിട്ട് ഇതെങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കയ്യിൻ്റെ പൊസിഷൻ ഈ വീശുമ്പോൾ വെക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊറോട്ട വീശാനും പൊറോട്ട ചുട്ടെടുക്കാനും വളരെ പെട്ടെന്ന് പഠിക്കാൻ കഴിയും. നിങ്ങൾ ഈ പൊറോട്ട വീശുന്നത് കണ്ടില്ല, എത്ര വളരെ ഭംഗിയായിട്ടാണ് ഇത് വീശുന്നത് നോക്കിയാൽ. എൻ്റെ വൈഫ് പൊറോട്ട വീശുന്ന കാര്യത്തിൽ വളരെ എക്സ്പെർട്ടാണ്. എനിക്ക് ഇത് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല ഈ ഒരു കാര്യത്തിൽ. വൈഫ് ഉണ്ടാക്കുന്ന പൊറോട്ട വളരെ സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, കുട്ടികൾക്കും ഞങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് പുള്ളി ഉണ്ടാക്കുന്ന പൊറോട്ട. ഈ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടുണ്ട്. പക്ഷെ അത് എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഇത് ഈ പൊറോട്ട വീശുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2 പ്രാവശ്യം പൊറോട്ട വീശുന്നത് കാണിച്ചതും ഒന്ന് വളരെ സ്ലോ മോഷനിലും കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെ പൊറോട്ട വീശണം എന്നുള്ളത്. ഇപ്പോൾ ഈ വീശി കഴിഞ്ഞപ്പോൾ പൊട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് നെയ്യ് കുടഞ്ഞതിന് ശേഷം ഇതിനെ ചുരുട്ടി കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് പൊറോട്ട വീശിയതിന് ശേഷം ഇതെങ്ങനെയാണ് ചുരുട്ടിയതും കൂടി മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. ഇപ്പോൾ എല്ലാ ബോളുകളും നമ്മൾ വീശി ചുരുട്ടി ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ട ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓവൻ കത്തിച്ചിട്ട് അതിന്മേലേക്ക് ഒരു പൊറോട്ടക്കല്ല് വെച്ച് കൊടുക്കുക. പൊറോട്ടക്കല്ല് ചൂടാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തീ മീഡിയം ഫ്ലെയിമിലാക്കുക. ഇനി ചുരുട്ടി വെച്ചിട്ടുള്ള ബോള് പരത്താൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് പരട്ടി കൊടുക്കുക. ഇനി ചുരുട്ടി വെച്ചിട്ടുള്ള ആ ബോൾ എടുത്തിട്ട് പത്തിരിക്കുഴലുകൊണ്ട് ഇത് പരത്തി കൊടുക്കാം. കൈ കൊണ്ടും ഇത് പരത്താൻ പറ്റും. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നിങ്ങൾ അതേപോലെ ചെയ്താൽ മതി. ഇപ്പോൾ ഇത് പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് പൊറോട്ട കല്ലിലേക്ക് ഇടാം. ഇങ്ങനെ ഓരോന്നോരോന്നായി പരത്തിയിട്ട് പൊറോട്ട കല്ലിലേക്ക് ഇടുക. ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിൻ്റെ മേലേക്ക് ഒന്ന് നെയ്യ് പുരട്ടി കൊടുക്കുക. ഒരു പൊറോട്ട കൂടി നമുക്ക് പരത്താം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കരിയാതെ സൂക്ഷിക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഈ മറിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ മേലെ ഒന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് വെന്ത് മൊരിയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ സൈഡ് ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കണം. ഈ പൊറോട്ട വളരെ ശ്രദ്ധിച്ച് വേണം ചുട്ടെടുക്കാൻ. കാരണം ഇത് കരിയാൻ പാടില്ല. എന്നാലിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ 2 സൈഡും നല്ല മുരിവ് അതിന് ശേഷം മാത്രമേ ഇത് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. അതേപോലെ തന്നെ മറിച്ചിട്ട് കൊടുക്കുക. കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മുടെ പൊറോട്ട വെന്തിട്ടുണ്ട്. ഇതിൻ്റെ കളറൊന്ന് നോക്കുക, ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്, നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പൊറോട്ട കല്ലിൽ നിന്ന് എടുത്തു മാറ്റാം.
ഈ പൊറോട്ടക്കല്ലിൽ നിന്ന് എടുത്ത് മാറ്റിയ ശേഷം ഇതേപോലെ 2 കൈ കൊണ്ട് നല്ല പോലെ അടിച്ചു കൊടുക്കുക. ഇത് 2 സൈഡും മറിച്ചിട്ട് ഇങ്ങനെ നല്ല പോലെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൊറോട്ട വളരെ സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ അടിച്ചെടുത്ത പൊറോട്ട കണ്ടില്ലേ, ഒന്ന് നോക്കിയാൽ ഇത് വളരെ സോഫ്റ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിരിക്കും ഈ പൊറോട്ട. അപ്പോൾ ഇന്നത്തെ പൊറോട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. 1-2 തവണ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് പൊറോട്ട വീശാനും ചുട്ടെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ പൊറോട്ട ഉണ്ടാക്കാൻ അറിയാത്തവർ ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കൊരു കിടിലൻ ഐറ്റംസുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇറ്റ്സ് മീ താഹിർ, സ്പെസിയ ഡയറി, സൈനിങ് ഓഫ്. ബൈ.